കലാഭവൻ ഫൗണ്ടേഷൻ ഒരുക്കിയ ഓടപ്പഴം പുരസ്കാരത്തിന് അർഹത നേടി കാസർഗോഡിന്റെ പ്രിയ ഗായിക ജയരഞ്ജിത. ജില്ലയിലെ മറ്റ് 4 കലാകാരന്മാർ കൂടി പുരസ്കാരത്തിന് അർഹരായിട്ടുണ്ട്. നിങ്ങൾ ജോലി അന്വേഷിച്ച് സമയം കളഞ്ഞോ? എന്നാൽ ഇനി ഒട്ടും വിഷമിക്കണ്ട. 10ാം ക്ലാസ് യോഗ്യതയുള്ള വനിതകൾക്ക് ആകർഷകമായ പ്രതിമാസ ശമ്പളത്തോടെ ഇതാ ഒരു സുവർണാവസരം. മാർച്ച് 5-ന് കാഞ്ഞങ്ങാട് എമിറേറ്റ്സ് ഹോട്ടലിൽ രാവിലെ 10 മണിക്ക് നടക്കുന്ന ഇന്റർവ്യൂവിൽ നിങ്ങൾക്കും പങ്കെടുക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. മല്ലികപ്പൂ കണ്ടാൽ ചന്തമില്ല കരളേ, ഉമ്മ വച്ചുണർത്താൻ വെറുതെ മോഹമില്ല കരളേ. കലാഭവൻ മണി ഫൗണ്ടേഷൻ ഒരുക്കിയ 2025-26 വർഷത്തെ ഓടപ്പഴം പുരസ്കാരത്തിന് അർഹത നേടിയിരിക്കുകയാണ് കാസർഗോഡിന്റെ പ്രിയപ്പെട്ട പാട്ടുകാരി ജയരഞ്ജിത. ചെണ്ടുമല്ലികപ്പൂവുമായി വന്ന് ആസ്വാദക മനസ്സിലിടം നേടിയ കാസർഗോട്ടെ പാട്ടുകാരി ജയരഞ്ജിത മലയാളികൾക്ക് സുപരിചിതയാണ്. തുടർന്ന് നാടൻ പാട്ടുകളും ചലച്ചിത്ര ഗാനങ്ങളും മധുരമായി അവതരിപ്പിച്ച് പ്രേക്ഷക ലക്ഷ്യങ്ങളെ സമ്പാദിച്ചു ഈ കാസർഗോട്ടുകാരി. പെണ്ണിനെ കണ്ട നേരത്ത് കള്ളക്കണ്ണുളി കാട്ടി വെലവൻ വള്ളി നരയ്ക്ക്, കന്നി പെൺകൊടി നിന്നെ കാണുമ്പോൾ ഉള്ളം തുള്ളിടുന്നേ, നിന്നെ കെട്ടുവാൻ എൻ മനസ്സിൽ മോഹം തോന്നുന്നേ. നാടൻ പാട്ടുകളുടെ അവതരണവും കാസർഗോഡൻ ശൈലിയിലെ സംസാരവും ഒപ്പം മനസ്സ് നിറയ്ക്കുന്ന പുഞ്ചിരിയും കൊണ്ട് ലോക മലയാളികളുടെ മനസ്സ് കീഴടക്കുകയായിരുന്നു ജയരഞ്ജിത. ശാസ്ത്രീയമായി സംഗീതം പഠിക്കാതെ നിരവധി പാട്ടുകളാണ് ജയരഞ്ജിത പാടി ഹിറ്റാക്കിയിട്ടുള്ളത്. 2025-2026 വർഷത്തെ കലാഭവൻ മണി ഫൗണ്ടേഷൻ നൽകുന്ന ഓടപ്പഴം പുരസ്കാരം പ്രഖ്യാപിച്ചിട്ടായിട്ടാകുമ്പോൾ കാസർഗോഡ് ജില്ലയിൽ നിന്ന് എന്നെയും കൂടി സെലക്ട് ആക്കിയിട്ടുണ്ട്. ഭയങ്കര സന്തോഷമുണ്ട്. എന്താ പറഞ്ഞാൽ ഒന്നാമത് ഞാൻ കുറേ സ്നേഹിക്കുന്ന ബഹുമാനിക്കുന്ന മണിച്ചേട്ടൻ്റെ പേരിലുള്ള ഒരു പുരസ്കാരം കിട്ടുന്നതെല്ലാം പറയുമ്പോഴത്തേക്കും അത് വലിയ കാര്യമാണ്. അപ്പോൾ ഇന്നലെ ലൈവ് കണ്ടു. അപ്പം എൻ്റെ പേര് പറഞ്ഞപ്പോൾ ഞാൻ ശരിക്കും ഞെട്ടി. ശരി തന്നെയോ എന്ന് വിചാരിച്ചു. ഇന്ന് രാവിലെ ഔദ്യോഗികമായിട്ട് അവിടുന്നൊരു കോള് വന്നു, എനിക്ക് പുരസ്കാരമുണ്ട് പറഞ്ഞു. അപ്പോൾ എന്താ പറയല്, എന്നെ അതിന് പ്രാപ്തയാക്കിയ നിങ്ങൾ എല്ലാവരും നല്ല ഉത്തമ ബോധം എനിക്കുണ്ട്. അപ്പം എൻ്റെ പാട്ട് കേട്ടാൽ നിങ്ങൾക്കും എൻ്റെ പാട്ട് ആസ്വദിച്ച് എനിക്ക് പിന്തുണ നൽകിയ നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ ഈ അവാർഡ് സമർപ്പിക്കുന്നുണ്ട്. എങ്ങനത് പറഞ്ഞറിയിക്കേണ്ടത് എനിക്ക് അറിയുന്നില്ല. ഭയങ്കര സന്തോഷമുണ്ട്. എന്തായാലും അവാർഡ് കിട്ടിയ എല്ലാവർക്കും എൻ്റെ അഭിനന്ദനങ്ങൾ. അപ്പം എനിക്ക് വേണ്ടിയിട്ട് ഇനി നിങ്ങൾ പ്രാർത്ഥിക്കണം. 2026 എല്ലാവർക്കും നല്ലത് മാത്രം ഉണ്ടാകട്ടെ. കാസർഗോഡ് ചിലമ്പൊലി സംഘത്തിനൊപ്പം പാട്ടുപാടിക്കൊണ്ടായിരുന്നു സംഗീത വഴിയിലെ ജയരഞ്ജിതയുടെ അരങ്ങേറ്റം. ഒടുക്കം സ്റ്റാർ സിംഗർ വേദിയെ പോലും പിടിച്ചിരുത്തി. കോവിഡ് കാലത്ത് സോഷ്യൽ മീഡിയയിൽ പാട്ടുപാടി ചിത്രീകരിച്ചുകൊണ്ടായിരുന്നു തുടക്കം. ഒടുവിൽ നിരവധി വേദികൾ, അഭിനന്ദനങ്ങൾ, അങ്ങനെ ഓടപ്പഴം അവാർഡിൽ എത്തി നിൽക്കുന്നു ജയരഞ്ജിതയുടെ സംഗീതയാത്ര. മലപ്പുറം സ്വദേശിയായ അനന്തു സായിയാണ് ജയരഞ്ജിതയുടെ പങ്കാളി. റിയോണ സായി എന്ന കുഞ്ഞുമകളുമുണ്ട് ഇപ്പോൾ ജയരഞ്ജിതയുടെ സംഗീതയാത്രയിൽ. കാസർഗോഡ് ജില്ലയിൽ നിന്നും ജയരഞ്ജിതയെ കൂടാതെ പ്രവീൺ പുങ്ങോട്, സജിത് വി അച്ചാന്തുരത്തിൽ, പ്രകാശൻ കുതിരുമ്മൽ, രവി വാണിയമ്പാറ എന്നിവരും പുരസ്കാരത്തിന് അർഹരായിട്ടുണ്ട്. ന്യൂസ് 14 ലൈവ് കാസർഗോഡ്.